ബലാത്സംഗ കേസിൽ പ്രതിയായ എം മുകേഷ് MLA രാജി അതിന്നുണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. രാജിക്കായി സമ്മർദ്ദമേറുന്നുണ്ട്. രാജി വേണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. ഒപ്പം CPM-ലെ വനിതാ നേതാക്കളും ഇതേ വിഷയത്തിൽ രാജി വേണമെന്ന നിലപാടിലാണ്. സ്ഥാനമൊഴിയേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളുകയാണ് PB അംഗം ബൃന്ദ കാരാട്ടും. കാരണം മറ്റുള്ളവർ രാജിവെച്ചില്ലല്ലോ, ഇതേപോലെ സാഹചര്യങ്ങളിൽ എന്നുള്ള ഒരു പ്രതിരോധം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് PB അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞത്. വിവാദങ്ങൾക്കിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. കൊച്ചിയിലെത്തി മുകേഷ് അഭിഭാഷകരെ കാണും. പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തുടങ്ങിയോ? അരുൺ, സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിലേക്ക് അല്പസമയം മുമ്പ് എത്തി. എന്തായാലും നിർണായകമായ ഒരു സെക്രട്ടേറിയറ്റ് യോഗമാണ് നടക്കുന്നത്. കാരണം എം മുകേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതായത് ലൈംഗികാരോപണ കേസിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിയമസഭാ അംഗത്വത്തിൽ നിലനിർത്തരുത് എന്നാവശ്യപ്പെട്ട് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI നേതൃത്വം മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും സമീപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിന്മേൽ പാർട്ടിയുടെ നിലപാടെന്താണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും മറ്റ് നിലപാടുകൾ സ്വീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ എം മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന സമീപനം നിയമസഭാംഗത്വം രാജിവെക്കേണ്ടതില്ല, സിനിമാ നൈരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാം എന്നത് തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെ ഇനി നൈരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ ബൃന്ദ കാരാട്ടും CPIM-ലെ വനിതാ നേതാക്കന്മാരും ഈ കാര്യത്തിൽ മുകേഷിനെ കാര്യത്തിലെടുക്കുന്ന പൊതുസമീപനത്തോടെ യോജിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ട് ഇതിനകം തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് എന്ത് സമീപനം സ്വീകരിക്കും എന്നത് ഇവിടെ ഒരു പ്രശ്നമായി കരുതേണ്ടതില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ സന്ദേശമായി തന്നെ അത് വായിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ടിരിക്കുന്ന വലിയ കോലാഹലങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിൽ മറിച്ചൊരു സമീപനം സ്വീകരിച്ചാൽ അത് പാർട്ടി ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ പ്രതിച്ഛായയും തകിടം മറിക്കുമെന്ന ആക്ഷേപം ഒരു വശത്തുണ്ട്. എന്തായാലും CPI അടക്കമുള്ള നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെപ്പറ്റി ഉച്ചയോടുകൂടി ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഇതിൽ ബൃന്ദ കാരാട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. ഹേമ കമ്മിറ്റിക്ക് മുമ്പും ഹേമ കമ്മിറ്റിക്ക് ശേഷവും. ഹേമ കമ്മിറ്റിക്ക് മുമ്പുള്ള സാഹചര്യങ്ങളിൽ സംഭവിച്ചത് ഹേമ കമ്മിറ്റിക്ക് ശേഷമുള്ള സാഹചര്യത്തിലും സംഭവിക്കരുത്. രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റാണ്. ഉയർന്നു വന്നിരിക്കുന്ന വലിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കെതിരായ ലിംഗനീതിക്കെതിരായിട്ടുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ നേരത്തെയുള്ള കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെയും ഒരു തീരുമാനമെടുക്കരുത്, നിലപാടെടുക്കരുത്. അങ്ങനെയല്ലേ വൃന്ദാക്കാരുടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റിക്ക് മുൻപ് എൽദോസിൻ്റെ കാര്യത്തിലും കുന്നപ്പള്ളിയുടെ കാര്യത്തിലും നമ്മുടെ വിൻസെൻറ്റിൻ്റെ കാര്യത്തിലും ജോസ് തെറ്റേലിൻ്റെ കാര്യത്തിലും ഒക്കെ എടുത്ത നിലപാടാകരുത്. ഇവിടെ ഒരു സ്ത്രീപക്ഷ വിഷയം ഉയർത്തിക്കൊണ്ട് ചർച്ച നടക്കുന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള കാലത്ത് സംഭവിക്കേണ്ടത് എന്നൊരു സന്ദേശം കൂടി ബൃന്ദ കാരാട്ട് നൽകുന്നുണ്ടല്ലേ? തീർച്ചയായും ഈ ലൈംഗിക പീഡന പരാതികളുടെ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചർച്ച, അത് പൊതുജനങ്ങളിൽ പൊതുസമൂഹത്തിലുണ്ടായിരിക്കുന്ന അവബോധം അത് വളരെ വലുതാണ്. അതുകൊണ്ട് പീഡന പരാതികളുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുക്കുമ്പോൾ ഇനി രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു പാരാമീറ്ററായി മാറാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പും പിമ്പും എന്നുള്ള ഒന്നായിരിക്കും. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ടിരിക്കുന്ന വലിയ വിവാദങ്ങൾക്കിടയിൽ കേരളത്തിലെ സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന അസമത്വങ്ങൾക്ക്, ലൈംഗിക പീഡനങ്ങൾക്ക്, അതിക്രമങ്ങൾക്കെതിരായ നിർണായകമായ വെളിപ്പെടുത്തലുണ്ട്. അപ്പോൾ ഈ വെളിപ്പെടുത്തലടങ്ങിയ റിപ്പോർട്ടിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് സർക്കാരിന് മുന്നിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും എന്നതാണ് പ്രശ്നം. അതാണ് CPIM-ലെ വനിതാ നേതാക്കളും CPI എന്ന രാഷ്ട്രീയ പാർട്ടി ആകെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പും പിമ്പും എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ നിന്ന് വേണം മുകേഷിനെതിരായ ആരോപണങ്ങളെയും ലൈംഗിക പീഡന പരാതികളെയും അദ്ദേഹം നിയമസഭാംഗത്തിൽ നിന്ന് ഒഴിയണമെന്ന ആവശ്യത്തെയും കാണാൻ എന്ന കാര്യമാണ് പൊതുവായി പൊതുമണ്ഡലത്തിലും മറ്റ് മേഖലകളിലുമൊക്കെ തന്നെ ചർച്ചയാകുന്നത്. അതുകൊണ്ട് CPM-ന് പഴയ കാലത്ത് ലൈംഗിക പീഡന പരാതികളെ സമീപിച്ച പോലെ അതേ ടൂൾ കൊണ്ട് ഇനി ഈ കാര്യത്തെ അളക്കാൻ കഴിയുന്നതല്ല. കാലങ്ങൾ മാറി, സാഹചര്യം മാറി എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, വളരെ വ്യക്തമാണ് ശ്രീജിത്ത്. ഇപ്പോൾ നിൽക്കുന്നത് AKG സെന്ററിലാണ്. AKG സെന്ററിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ശ്രീജിത്ത് നൽകുന്ന വിവരം.